സോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു വെർച്വൽ ടീച്ചിങ്. നമ്മളിന്ന് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് UGC നെറ്റ് കൊമേഴ്സിൻ്റെ മോക്ക് ടെസ്റ്റാണ്. അപ്പോൾ ഇവിടെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ പിക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ഒന്ന് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കി നമുക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, അറേഞ്ച് ദ ഫോളോയിങ് മാനേജ്മെൻറ്റ് ഫങ്ഷൻസ് ഇൻ എ ലോജിക്കൽ സീക്വൻസ് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ. അപ്പോൾ നമുക്ക് മാനേജ്മെൻറ്റ് ഫങ്ഷൻസ് അറിയാം. ആ മാനേജ്മെൻറ്റ് ഫങ്ഷൻസ് താരം നമുക്ക് തന്നിട്ടുണ്ട് A to F വരെ. അതിനെ ഒരു ലോജിക്കൽ സീക്വൻസിൽ അറേഞ്ച് ചെയ്യാനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. സോ ഏതൊക്കെയാണ് തന്നിട്ടുള്ളത്? ഓപ്ഷൻ A തന്നിട്ടുള്ളത് എന്താണ്? പ്ലാനിങ്, പിന്നെ സ്റ്റാഫിംഗ്, ഓർഗനൈസിങ്, കോർഡിനേറ്റിംഗ്, കൺട്രോളിങ്, ഡയറക്റ്റിംഗ്. ഇത്രയാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഏതൊക്കെയുണ്ട്? പ്ലാനിങ്, സ്റ്റാഫിങ്, ഓർഗനൈസിങ്, കോർഡിനേറ്റിംഗ്, കൺട്രോളിങ് ആൻഡ് ഡയറക്റ്റിംഗ്. ഇത്രയും ഫങ്ഷൻസ് തന്നിട്ടുണ്ട്. ഇനി ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? സീക്വൻസ് ആയിട്ട് അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കി, അറേഞ്ച് ചെയ്തിട്ട് എന്നിട്ട് കമൻറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ആൻസർ കിട്ടണ്ടോ ഇല്ലയോ എന്ന് ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് നോക്കി. നമുക്കിവിടെ അറേഞ്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന ഓപ്ഷൻ ഏതാണ്? നമുക്കിവിടെ അറേഞ്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന ഓപ്ഷൻ B ആണ് നമുക്ക് കിട്ടുന്നത്, അല്ലേ? ഓപ്ഷൻ B ആണ് കിട്ടുന്നത്. അപ്പോൾ ആദ്യം വരുന്നതാണ്? ആദ്യം വരുന്നത് പ്ലാനിങ് ആണ്. ഫസ്റ്റ് പ്ലാനിങ് വരും. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അതിനെ കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടേക്ക് എന്ത് ചെയ്യണം? സ്റ്റാഫ് ചെയ്യണം, സ്റ്റാഫിങ്. പിന്നെ എന്താ വരുന്നത്? പിന്നെ വരുന്നതാണ് ഡയറക്റ്റിംഗ്, അല്ലേ? നാലാമത് ഡയറക്റ്റിംഗ്. പിന്നെ അഞ്ചാമതാണെന്ത്? കോർഡിനേറ്റിംഗ്. ആൻഡ് ദ ലാസ്റ്റ് വൺ ആണെന്ത്? നമ്മുടെ കൺട്രോളിങ്. അപ്പോൾ ആദ്യം പ്ലാൻ ചെയ്യുക, പിന്നെ ഓർഗനൈസ് ചെയ്യുക, പിന്നെ സ്റ്റാഫ് ചെയ്യുക, പിന്നെ ഡയറക്റ്റ് ചെയ്യുക, അതിനെ കോർഡിനേറ്റ് ചെയ്യുക, പിന്നീട് അത് കൺട്രോൾ ചെയ്യുക. സോ ഇതാണ് നമ്മുടെ മാനേജ്മെൻറ്റ് ഫംഗ്ഷൻ്റെ ആ ഒരു സീക്വൻസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. കിട്ടിയല്ലോ? ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. സോ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്, ഒരു അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ദ മാനേജ്മെൻറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ് ഇൻവോൾവിങ് ദ ഇൻറ്റഗ്രേഷൻ ഓഫ് ഓൾ ഫങ്ഷൻ. മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണെന്നും അതിലെന്തുണ്ട്? കുറേ ഫങ്ഷൻസ്, ഓൾ ഫങ്ഷൻ്റെ ഒരു ഇൻറ്റഗ്രേഷനാണ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതാണ് നമ്മുടെ അസേർഷൻ. ഇനി റീസൺ എന്താണ്? മാനേജേഴ്സ് ഫസ്റ്റ് പ്ലാൻ. മാനേജേഴ്സ് ആദ്യം പ്ലാൻ ചെയ്യും, ദെൻ ഓർഗനൈസ് ആൻഡ് ദെൻ ഫൈനലി പെർഫോം ദ ഫങ്ഷൻ ഓഫ് കൺട്രോളിങ്. ആദ്യം പ്ലാൻ ചെയ്യും, പിന്നീട് ഓർഗനൈസ് ചെയ്യും, പിന്നീട് കൺട്രോളിങ് എന്ന ഒരു ഫങ്ഷൻ ചെയ്യും മാനേജേഴ്സ്. ഇതാണ് റീസൺ തന്നിട്ടുള്ളത്. നമ്മൾ ഈ ഒരു ഇൻഡിവിജ്വൽ രണ്ട് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട്, ഇത് സ്റ്റേറ്റ്മെൻറ്റ് 1ഉം ഇത് സ്റ്റേറ്റ്മെൻറ്റ് 2 ആയിട്ട് ഇൻഡിവിജ്വലി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും രണ്ട് സ്റ്റേറ്റ്മെൻറ്റും ഇൻഡിവിജ്വലി കറക്റ്റാണ്, അല്ലേ? മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണെന്നും അവിടെ എല്ലാ ഫങ്ഷൻസും മാനേജ്മെൻറ്റ് എല്ലാ ഫങ്ഷൻ്റെ ഇൻറ്റഗ്രേഷനിലൂടെ നടക്കുന്നതെന്ന് നമുക്കറിയാം. സോ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. പിന്നെ മാനേജേഴ്സിൻ്റെ കാര്യത്തിലേക്ക്, മാനേജറിൻ്റെ ഒരു കാര്യത്തിലേക്ക് എടുക്കുമ്പോൾ മാനേജർ എപ്പോഴും ആദ്യം എന്ത് ചെയ്യും? ഒരു പ്ലാൻ ചെയ്യും, പിന്നെ അത് ഓർഗനൈസ് ചെയ്യും, പിന്നെ അതിനെ കൺട്രോൾ എന്നൊരു ഫംഗ്ഷനിലൂടെ വൈൻഡപ്പ് ചെയ്യും. ഓക്കെ, ദാറ്റ്സ് ഓൾസോ ഫൈൻ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇൻഡിവിജ്വലി രണ്ട് സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റ് ആണെങ്കിലും നമുക്കിവിടെ മാനേജ്മെൻറ്റ് ഒരു കണ്ടിന്യൂസ് പ്രോസസ്സ് ആവാൻ കാരണം മാനേജ്മെൻറ്റ് ഒരു കണ്ടിന്യൂസ് പ്രോസസ്സ് ആവാൻ കാരണം മാനേജേഴ്സ് ഇങ്ങനെ ആദ്യം പ്ലാൻ ചെയ്തു, പിന്നെ ഓർഗനൈസ് ചെയ്തു, പിന്നെ കൺട്രോൾ ചെയ്തുകൊണ്ടാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഒരിക്കലും ആ ഒരു ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഒരു റീസൺ ആവുന്നില്ല സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്, അല്ലേ? അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കിവിടെ ഓപ്ഷൻ B സെലക്ട് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ബോത്ത് A ആൻഡ് R ആർ കറക്റ്റ്. ഇത് രണ്ടും കറക്റ്റാണ്. പക്ഷേ എന്ത് ചെയ്യുന്നില്ല? R Aയുടെ കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പറയാൻ വേണ്ടി സാധിക്കും, അല്ലേ? സോ അതാണ് ആൻസർ. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഹൂ ഈസ് ദ ഫാദർ ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്? നമ്മുടെ സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൻ്റെ ഫാദർ ആരാണ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആരാണ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൻ്റെ ഫാദർ? നോക്കിയിട്ട് പറഞ്ഞേ, ആരായിരിക്കും? ഹൂ ഈസ് ദ ഫാദർ ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്? നമ്മുടെ FW ടൈലർ ആണ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൻ്റെ ഫാദർ. FW ടൈലർ ആണ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൻ്റെ ഫാദർ എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ ആണല്ലോ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അടുത്തെന്താണ്? ഒരു മാച്ച് ദ ഫോളോയിങ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഫയോള്, ടൈലർ, വെബ്ബർ ആൻഡ് മോണി ആൻഡ് റിലി, ഇങ്ങനെ 4 ആൾക്കാരുടെ പേര് തന്നിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ലിസ്റ്റ് 2 തന്നിട്ടുള്ളത് അവരുടെ ഓരോ ബുക്കുകളും കാര്യങ്ങളും അവരുടെ ഓരോ തിയറികളും കാര്യങ്ങളും തന്നിട്ടുള്ളത്. എക്കോണമി ആൻഡ് സൊസൈറ്റി, ജനറൽ ആൻഡ് ഇൻഡസ്ട്രിയൽ അഡ്മിനിസ്ട്രേഷൻ, പ്രിൻസിപ്പിൾ ഓഫ് ഓർഗനൈസേഷൻ, ഷോപ്പ് മാനേജ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ തിയറിയും ബുക്സുമാണ് തന്നിട്ടുള്ളത്. അത് എഴുതിയ ആൾക്കാരുടെ നെയിമാണ് നമ്മുടെ ഈ സൈഡിൽ ലിസ്റ്റ് 1 കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് രണ്ടും മാച്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്.
അപ്പോൾ ഇതിൽ ഏതായിരിക്കും കറക്റ്റായിട്ട് വരാൻ ചാൻസ് ഉള്ളത്? ഏതായിരിക്കും ഒന്ന് നോക്കിയിട്ട് പറഞ്ഞേ. നമുക്കിവിടെ വരാൻ ചാൻസ് ഉള്ളത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി എന്ന് പറയുമ്പോൾ എന്താണ്? എ ഈസ് 2. ഇപ്പോൾ ഫയോളിൻ്റെ ആണ് എന്ത്? ദ ജനറൽ ആൻഡ് ഇൻഡസ്ട്രിയൽ അഡ്മിനിസ്ട്രേഷൻ. പിന്നെ ബി എന്താണ്? 4. ഇത് അറിയാൻ വലിയ ചാൻസ് ഇല്ല അല്ലേ? ടൈലറിൻ്റെ ആണ് ഷോപ്പ് മാനേജ്മെൻറ്റ്. പിന്നെ സി എന്താണ്? സി വന്നത് 1 ആണ്, എക്കോണമി ആൻഡ് സൊസൈറ്റി. ആൻഡ് ലാസ്റ്റ് ഡി വരുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് ഓർഗനൈസേഷൻ. അങ്ങനെ ഓപ്ഷൻ ബി ആണ് 4ാമത്തെ ആൻസറിൽ കറക്റ്റായിട്ട് വരുന്നത്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. 5ാമത്തെ ക്വസ്റ്റ്യൻ. 5th ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് among the following is the most popular approach for accomplishing the result? റിസൾട്ട് കിട്ടാൻ വേണ്ടി, റിസൾട്ട് അച്ചീവ് ചെയ്യാൻ വേണ്ടി ഏറ്റവും ബെസ്റ്റായിട്ടുള്ള അപ്രോച്ച് എന്താണ്? ബിസിനസ് അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് ചെയ്യേണ്ട അപ്രോച്ച് എന്താണ് എന്ന് വെച്ചിട്ടുള്ളത്. മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ ആണോ, റിവാർഡ് സിസ്റ്റം ആണോ, മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ് ആണോ, മെൻറ്റർ സിസ്റ്റം ആണോ? അപ്പോൾ ഇതിലേതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സിസ്റ്റം? എന്താണ് ഇവിടെ ഏറ്റവും ബെസ്റ്റ് സിസ്റ്റം? എന്താണ്? മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ് ആണ് അല്ലേ? MBO അതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്. കാരണം എന്താ, നമ്മുടെ എംപ്ലോയീസിനെ ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്ത് അവർക്കും കൂടിയും ഡ്യൂട്ടീസ് കൊടുത്ത് നമ്മളൊരു വർക്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് നല്ലൊരു റിസൾട്ടായിരിക്കും കിട്ടുക അല്ലേ? അപ്പോൾ മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ് ആണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. സോ അടുത്തതാണിനി സ്ട്രാറ്റജീസ് ആൻഡ് പോളിസീസ്. സ്ട്രാറ്റജീസും പോളിസീസും ഇനി അതിനെ പറ്റിയുള്ള ഒരു 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ആർ നോട്ട് ക്ലോസ്ലി റിലേറ്റഡ്, ഗീവ് ഡയറക്ഷൻസ്, ആർ ദ ഫ്രെയിംവർക്ക് ഫോർ പെർഫോമൻസ് അപ്രൈസൽ, ബോത്ത് എ ആൻഡ് ബി ആണ്. ഇവിടെ പറഞ്ഞിട്ടുള്ള എന്താണ്? നമുക്കിവിടെ സ്ട്രാറ്റജീസും അതേപോലെ തന്നെ നമ്മുടെ ഈ പറയുന്നിട്ടുള്ള പോളിസീസും ഇത് രണ്ടും എന്തല്ല, ഇത് രണ്ടും ക്ലോസ്ലി റിലേറ്റഡ് അല്ല എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് ഓപ്ഷൻ. നമുക്ക് ഡയറക്ഷൻസ് തരുമെന്ന് പറയുന്നുണ്ട്. പിന്നെ പെർഫോമൻസ് അപ്രൈസൽ ഒരു ഫ്രെയിം വർക്കാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ എയും ബിയും അത് രണ്ടും കറക്റ്റാണെന്നും പറയണ്ട. ഇപ്പോൾ ഇതിൽ ഏതായിരിക്കും കറക്റ്റായിട്ട് വരാം? ഒന്ന് കമൻറ്റ് ചെയ്തേ. ഏതായിരിക്കും? സ്ട്രാറ്റജീസ് ആൻഡ് പോളിസീസ് ഏതായിരിക്കും വരാം? ഇവിടെ വരുന്നത് എന്താണ്? ഗീവ് ഡയറക്ഷൻസ് മാത്രമാണ് അല്ലേ? സ്ട്രാറ്റജീസും പോളിസീസും ക്ലോസ്ലി റിലേറ്റഡ് തന്നെയാണ്. ഓക്കെ. അതുപോലെ തന്നെ എന്താണ് ഇത്? ഡയറക്ഷൻസ് നമുക്ക് കൃത്യമായിട്ട് എന്താ ചെയ്യേണ്ടത്, നെക്സ്റ്റ് എന്ത് ചെയ്യണം എന്ന് കൃത്യമായിട്ടൊരു ഐഡിയ തരുന്നതാണ് എന്ത്? നമ്മുടെ ഈ പറഞ്ഞ സ്ട്രാറ്റജീസും. അല്ലാണ്ട് ഒരിക്കലും പെർഫോമൻസ് അപ്രൈസലാണോ? അല്ല. നമുക്ക് അടുത്ത പ്ലാൻ എന്താണ്, അത് ചെയ്യേണ്ട രീതി എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഓരോ സ്ട്രാറ്റജീസും പോളിസീസൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇറ്റ് ഗീവ് ഡയറക്ഷൻസ്. ഓക്കെ. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് കിടക്കാം. അടുത്തത് എക്കണോമിസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ടു റിയാലിറ്റി ലിമിറ്റഡ് ബൈ ഇൻഡിവിജ്വൽ കൺസ്യൂമേഴ്സ് പ്രിഫറൻസ്, ഇൻ്റലിജൻസ് ആൻഡ് എൻവയോൺമെൻറ്റ് ഫാക്ടർ ഇസ് കോൾഡ്. അപ്പോൾ ഒരു എക്കണോമിക്സ് അഡ്ജസ്റ്റ്മെൻ്റ് ആണ് എന്താണ്? ടു റിയാലിറ്റിയിലേക്കുള്ള ഒരു എക്കണോമിക് അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. അത് എന്തൊക്കെ ലിമിറ്റ് ചെയ്യുന്നുണ്ട്? ലിമിറ്റഡ് ബൈ ഇൻഡിവിജ്വൽ കൺസ്യൂമർ പ്രിഫറൻസ്, ഓരോ വ്യക്തികളുടെ കൺസ്യൂമർ പ്രിഫറൻസും, അതുപോലെ തന്നെ അവരുടെ ഇൻ്റലിജൻസും, അതുപോലെ തന്നെ എൻവയോൺമെൻറ്റ് ഫാക്ടേഴ്സും. ഇതിനെ വിളിക്കുന്ന പേരെന്താണ്? അവിടെ എന്തോ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുന്നില്ലേ അല്ലേ? ലിമിറ്റ് ചെയ്യുന്നില്ലേ അല്ലേ? ഈ വേർഡ് ഇല്ലേ, കീവേഡ് ലിമിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ലിമിറ്റ് ചെയ്യുന്ന വേർഡായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഓപ്ഷൻ എന്താണ് ഇവിടെ? ബോണ്ടഡ് റാഷണാലിറ്റി അല്ലേ? ബോണ്ടഡ് റാഷണാലിറ്റി ആണ് ഇവിടെ ആൻസറായിട്ട് വരുന്നത്. ബോണ്ടഡ് റാഷണാലിറ്റി കിട്ടിയല്ലോ. നമുക്ക് അടുത്ത ക്വസ്റ്റിനിലേക്ക് കിടക്കാം. നെക്സ്റ്റ് ആണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫീച്ചർ ഓഫ് വെബേഴ്സ് ബ്യൂറോക്രസി. വെബേഴ്സ് എന്ന അദ്ദേഹത്തിൻ്റെ ബ്യൂറോക്രസി എന്ന തിയറിയിൽ വരാത്ത ഫീച്ചർ എന്താണ്? വെബേഴ്സ് ബ്യൂറോക്രസിയിൽ വരാത്ത ഫീച്ചർ എന്താണ് എന്ന് വെച്ചിട്ട് എന്താണ് വന്നത്? ഹൈറാർക്കി ആണോ, ഡിവിഷൻ ഓഫ് വർക്ക് ആണോ, ഒഫീഷ്യൽ ലാംഗ്വേജ് ആണോ, പേഴ്സണൽ റിലേഷൻഷിപ്പ് ആണോ? ഇതിലേതാണ് വെബേഴ്സ് ബ്യൂറോക്രസിയിൽ വരാത്തത്? ഇതിൽ വരാത്തത് പേഴ്സണൽ റിലേഷൻഷിപ്പാണ്. ഓക്കെ, പേഴ്സണൽ റിലേഷൻഷിപ്പാണ് വരുന്നത്. ബാക്കി ഹൈറാർക്കി, പിന്നെ ഡിവിഷൻ ഓഫ് വർക്ക്, ഒഫീഷ്യൽ ലാംഗ്വേജ് ഇതെല്ലാം തന്നെ ബ്യൂറോക്രസിയിലുണ്ട്. എന്തില്ല? പേഴ്സണൽ റിലേഷൻഷിപ്പ് മാത്രം ഇല്ല എന്ന് ഓർക്കാം. ഓക്കെ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 9ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ദ സോഷ്യൽ എൻവയോൺമെൻറ്റ് ഓഫ് ദ ജോബ് അഫക്ട്സ് people and is also affected by them and not by management alone is a main proposition of a social environment. ഒരു ജോബിൻ്റെ സോഷ്യൽ എൻവയോൺമെൻറ്റ് അവിടെ വർക്ക് ചെയ്യുന്ന വ്യക്തികളെ മാത്രമല്ല, അത് മാനേജ്മെൻറ്റിനെ തന്നെ മാനേജ്മെൻറ്റിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്, അവിടെ വർക്ക് ചെയ്യുന്ന വ്യക്തികളെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു പ്രൊപ്പോസിഷൻ അല്ലെങ്കിൽ ഈ ഒരു
ടോക്ക് അല്ലെങ്കിൽ പ്രപ്പോസിഷൻ എന്താണ്, എന്തിനെ പറ്റിയാണ് പറയുന്നത് അല്ലെങ്കിൽ അതിന് ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഏതാണെന്ന് വെച്ചിട്ടുള്ളത്. ഓക്കെ, അതൊരു കണ്ടിജൻസി തിയറി ഓഫ് ഓർഗനൈസേഷൻ ആണോ, സിസ്റ്റം തിയറി ഓഫ് ഓർഗനൈസേഷൻ ആണോ, ക്ലാസിക്കൽ തിയറി ആണോ, അതോ നിയോ ക്ലാസിക്, ഏത് തിയറിയാണ് ഇത് പ്രോപ്പറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏത് തിയറിയാണ് അത്? നിയോ ക്ലാസിക്കൽ തിയറി ഓഫ് ഓർഗനൈസേഷൻ ആണ് ഇത് പ്രോപ്പറായിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത്. നിയോ ക്ലാസിക്കൽ തിയറി ഓഫ് ഓർഗനൈസേഷൻ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് കിടക്കാം. അടുത്താണ് ഇനി, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ദ അഡ്വാൻറ്റേജ് ഓഫ് ദ ലൈൻ ഓർഗനൈസേഷൻ? ലൈൻ ഓർഗനൈസേഷൻ്റെ അഡ്വാൻറ്റേജ് അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇറ്റ് എൻഷ്യൂർ എക്സലൻറ്റ് ഡിസിപ്ലിൻ, it fixes responsibility for the performance of task, it is suitable for a big organization, it is not expensive. അപ്പോൾ ലൈൻ ഓർഗനൈസേഷൻ്റെ അഡ്വാൻറ്റേജ് അല്ലാത്ത എന്താണ് കമൻറ്റ് ചെയ്ത് ഏതായിരിക്കും ഇതിൻ്റെ അഡ്വാൻറ്റേജ് അല്ലാത്തത്? ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ ബിഗ് ഓർഗനൈസേഷൻ. ലൈൻ ഓർഗനൈസേഷൻ എന്ത് ചെയ്യില്ല, ഈ പറയുന്ന ബിഗ് ഓർഗനൈസേഷന് സ്യൂട്ടബിൾ അല്ല. അപ്പോൾ അതാണ് ഇവിടുത്തെ ഒരു അഡ്വാൻറ്റേജ് അല്ലാത്ത പോയിന്റ്. ഓക്കെ, കിട്ടിയോ? നെക്സ്റ്റ് പോയിന്റിലേക്ക് എടുക്കാം നമുക്ക്. അടുത്ത എന്താണ്? സോ 11th ക്വസ്റ്റ്യൻ ആണ്, ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി മേക്സ് ദ സൈസ് ഓഫ് ദ ഓർഗനൈസേഷൻ. ഒരു അതോറിറ്റി ഡെലിഗേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ഓർഗനൈസേഷൻ്റെ സൈസിനെ എന്ത് സംഭവിക്കും അല്ലേ, എന്ത് മേക്ക് ചെയ്യും? സ്മോൾ ഓർഗനൈസേഷൻ, ലാർജർ ഓർഗനൈസേഷൻ, വെരി ബിഗ് ഓർഗനൈസേഷൻ, ഇറ്റ് ഡസ് നോട്ട് അഫക്ട് ദ സൈസ് ഓഫ് ഓർഗനൈസേഷൻ. ഏതായിരിക്കും സംഭവിക്കുക? ഇവിടെ നമ്മുടെ ഓർഗനൈസേഷൻ ലാർജർ ആവും അല്ലേ. മേക്സ് ദ സൈസ് ഓഫ് ദ ഓർഗനൈസേഷൻ ലാർജർ ഓർഗനൈസേഷൻ ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. കിട്ടിയല്ലോ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 12th ക്വസ്റ്റ്യൻ ആണ്, അക്കോർഡിംഗ് ടു കീത്ത് ഡേവിസ് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ബാരിയർ ഓഫ് കമ്മ്യൂണിക്കേഷൻ? കമ്മ്യൂണിക്കേഷന് ബാരിയർ ആവാത്ത ഏതെന്ന് വെച്ചിട്ടുള്ളത്? ഫിസിക്കൽ ബാരിയർ, ടെക്നോളജിക്കൽ ബാരിയർ, പേഴ്സണൽ ബാരിയർ, ലിംഗ്വിസ്റ്റിക് ബാരിയർ. ഇതിലേതാണ് കീത്ത് ഡേവിസ് അദ്ദേഹത്തിനനുസരിച്ച് ഒരു കമ്മ്യൂണിക്കേഷൻ ബാരിയർ ആവാത്തത് ഏതാണ്? ഇതിൽ വരുന്ന ഏതാണ്? ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് പറഞ്ഞിട്ടുള്ളത്, ടെക്നോളജിക്കൽ ബാരിയർ ആണ് കേട്ടോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. 13th ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫിസിക്കൽ ബാരിയർ ഓഫ് കമ്മ്യൂണിക്കേഷൻ? ഇതിലേതാണ് ഫിസിക്കൽ ബാരിയർ അല്ലാത്തത്? നോട്ട് ദ ഫിസിക്കൽ ബാരിയർ ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഫിസിക്കൽ ബാരിയർ അല്ലാത്ത ഏതാണെന്ന് വെച്ചിട്ടുള്ളത്? പൂർ വൊക്കാബുലറി ആണോ, നോയ്സ് ആണോ, ഇംപ്രോപ്പർ ടൈമോ, ഓവർലോഡ് ഇൻഫോർമേഷൻ? ഇതിലേതാണ് ഫിസിക്കൽ ബാരിയർ അല്ലാത്തത്? ഏതാണ്? പൂവർ വൊക്കാബുലറി ആണ് ഇവിടെ ഫിസിക്കൽ ബാരിയർ ആയിട്ട് വരാത്തത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എപ്പോഴും നമ്മുടെ എക്സാമിന് കാണാറുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? ദ ഇൻഫോർമൽ ഗ്രൂപ്പ്സ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഇസ് കോൾഡ്. ഇൻഫോർമൽ ആയിട്ടുള്ള ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിന് വിളിക്കുന്ന പേരെന്താണ്? ഒന്ന് കമൻറ്റ് ചെയ്തേ. ഏതായിരിക്കും? ഓപ്ഷൻ ബി ആണ്, ഗ്രേപ്പ് വൈൻ ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഗ്രേപ്പ് വൈൻ. ഇനി അടുത്തത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Who did give the concept of hierarchy of a need? നീഡ് ഹയറാർക്കി തിയറി ഇല്ലേ? അപ്പോൾ ആ നീഡ് ഹയറാർക്കി തിയറി കൊണ്ടുവന്നിട്ടുള്ള വ്യക്തി ആരാണ് എന്ന് വെച്ചിട്ടുള്ളത്? ഏതാണ് ആൻസർ? എല്ലാവർക്കും അറിയുന്നതാണ്, നമ്മുടെ മാസ്ലോൻ്റെ ആണ് നീഡ് ഹയറാർക്കി തിയറി. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, who has suggested that achievement motivation among individual and nation can be developed through training courses? അപ്പോൾ എന്താണ് അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻസ് നമ്മുടെ ഈ പറഞ്ഞ ഇൻഡിവിജ്വൽസിലായിക്കോട്ടെ നേഷനിലായിക്കോട്ടെ നമുക്ക് എങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും? നമുക്ക് ട്രെയിനിങ് കോഴ്സസ് കൊണ്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു തന്ന വ്യക്തി ആരാണ്? മെക്ലെൻഡ് ആണോ, ആൽഡ്രഫർ ആണോ, മാസ്ലോ ആണോ, ഹെർട്സ്ബർഗ് ആണോ? നമ്മുടെ ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റായിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അടുത്ത, ഇൻ ദ മാനേജ്മെൻറ്റ് ഗ്രിഡ് ഡെവലപ്ഡ് ബൈ ബ്ലേക്ക് ആൻഡ് മൗണ്ടൻ, എ മാനേജർ ഹു ഹാസ് ഹയർ കൺസിഡറേഷൻ ഫോർ പ്രൊഡക്ഷൻ ബട്ട് ലിറ്റിൽ കൺസിഡർ ഫോർ പീപ്പിൾ. ഇവിടെ പ്രൊഡക്ഷന് ഹയർ കൺസിഡറേഷനും പീപ്പിൾക്കാണെങ്കിൽ ലോവർ കൺസിഡറേഷനും ആണെങ്കിൽ എന്തായിരിക്കും വരാ? അവിടെ ഏതായിരിക്കും വരാ?
അപ്പോൾ നമുക്കറിയാം ഇതിൽ ഏറ്റവും മാക്സിമം വരുന്നത് 9 ആണ്, ഏറ്റവും കുറവ് വരുന്നത് 1 ആണ്. ഇവിടെ പ്രൊഡക്ഷൻ ഫസ്റ്റ് ആണെങ്കിൽ 9:1 വരും. 9:1 മാനേജിൻ്റെ ഇതാണ് ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക. 9:1 ആണ് ആൻസർ. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ദ അതോറിറ്റേറിയൻ ലീഡർഷിപ്പ് സ്റ്റൈൽ ഗോസ് വിത്ത്. അപ്പോൾ അതോറിറ്റേറിയൻ ലീഡർഷിപ്പ് സ്റ്റൈൽ ഏതായിട്ടാണ് പോകുന്നത്? തിയറി എക്സ് ആണോ, വൈ ആണോ, ഇസഡ് ആണോ, നൺ ഓഫ് ദീസ് ആണോ? ഏതായിരിക്കും വരാ? ഇതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, തിയറി എക്സ് ആണ് വരുന്നത്. ഓക്കെ, തിയറി എക്സ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ദ ഗുഡ്നെസ് ഓഫ് ഫിറ്റ് ഓഫ് എ ഡിസ്ട്രിബ്യൂഷൻ ഈസ് ടെസ്റ്റഡ് ബൈ. ഇതും എപ്പോഴും UGC റിപ്പീറ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ്. ദ ഗുഡ്നെസ് ഓഫ് ഫിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഗുഡ്നെസ് ഓഫ് ഫിറ്റ് ഓഫ് എ ഡിസ്ട്രിബ്യൂഷൻ ഈസ് ടെസ്റ്റഡ് ബൈ ഏതാണ്? ടി ടെസ്റ്റ് ആണോ, എഫ് ടെസ്റ്റ് ആണോ, ചി സ്ക്വയർ ടെസ്റ്റ് ആണോ, അതോ ഇസഡ് ടെസ്റ്റ് ആണോ? ഏതാണ് ഇവിടെ ഓപ്ഷൻ? ഏതാണ്? കമൻറ്റ് ചെയ്ത് ഏതായിരിക്കും ആൻസർ? ഓപ്ഷൻ സി ആണ് വരുന്നത്. ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ കൺസിഡർ ആസ് നോൺ പാരാമെട്രിക് ടെസ്റ്റ്? നോൺ പാരാമെട്രിക് ടെസ്റ്റായിട്ട് കൺസിഡർ ചെയ്തിട്ടുള്ളത് ഏതൊക്കെയാണ്? മാൻ വൈറ്റ്നി യു ടെസ്റ്റ്, ക്രൂസ്കൽ വാലിസ് ടെസ്റ്റ്, എഫ് ടെസ്റ്റ്, ടി ടെസ്റ്റ്, ചി സ്ക്വയർ ടെസ്റ്റ്. ഇതിൽ ഏതൊക്കെയാണ് നോൺ പാരാമെട്രിക് ടെസ്റ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്? ഏതൊക്കെയാണ് ഇതിൽ? ഓപ്ഷൻ എ നോൺ പാരാമെട്രിക് ടെസ്റ്റ് ആണ്, ബി ആണ്, അതേപോലെ തന്നെ ഇ ആണ്. എ, ബി, ഇ വരുന്നത് ഏതാണ്? ഓപ്ഷൻ എ. ബാക്കിയുള്ള എഫ് ടെസ്റ്റും ടി ടെസ്റ്റും ഒക്കെ എന്താണ്? പാരാമെട്രിക് ടെസ്റ്റ് ആണ്. ഓക്കെ, ദെൻ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇഫ് ദർ ആർ 8 possible classes under consideration for a goodness of fit, the number of degree of freedom will be. എന്താണ് ആൻസർ? ഒന്ന് കമൻറ്റ് ചെയ്തേ. എന്തായിരിക്കും ആൻസർ? ഇവിടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, കനോട്ട് ബി ഡിറ്റർമൈൻഡ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് എഫ് ടെസ്റ്റ് ഈസ് യൂസ് ടു ടെസ്റ്റ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഓർ എമംഗ്. എഫ് ടെസ്റ്റ് യൂസ് ചെയ്ത് നമുക്ക് സിഗ്നിഫിക്കൻസ് ഒന്നില്ലെങ്കിൽ ഡിഫറൻസ് ബിറ്റ്വീൻ ആയിരിക്കും, അല്ലെങ്കിൽ എമംഗ്. എന്തൊക്കെയാണ്? 2 സാമ്പിൾ മീൻസ് ആണോ, മോർ ദാൻ 2 സാമ്പിൾ മീൻസ്, വേരിയൻസ് ഓഫ് 2 സാമ്പിൾസ്, അതോ ബിയും സിയും കറക്റ്റ് ആണോ? ഏതായിരിക്കും? കമൻറ്റ് ചെയ്തേ. ഏതായിരിക്കും? എഫ് ടെസ്റ്റ് യൂസ് ചെയ്തിട്ട് നമുക്കിവിടെ കാണാൻ പറ്റുന്നതാണ് വേരിയൻസ് ഓഫ് 2 സാമ്പിൾസ്. വേരിയൻസ് ഓഫ് 2 സാമ്പിൾസാണ് നമ്മളിവിടെ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റുക. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് 26th ക്വസ്റ്റ്യനിലേക്ക് എടുക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഇൻ ദ ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ് പ്രൊസീജിയർ എ റിസർച്ചർ മേ കമ്മിറ്റ് ടൈപ്പ് 2 എറർ ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് കണ്ടീഷൻ? ടൈപ്പ് 2 എറർ. അപ്പോൾ ടൈപ്പ് 2 എറർ എന്താണ്? നമ്മളിവിടെ ഫോൾസ് ആയിട്ടുള്ള ഒരു നൾ ഹൈപ്പോത്തിസിസിനെ ആക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാവുന്നത്? ടൈപ്പ് 2 എറർ ഉണ്ടാവുക. അപ്പോൾ ഓപ്ഷൻ സി ആണ്, വെൻ ദ ഫോൾസ് നൾ ഹൈപ്പോത്തിസിസ് ഈസ് ആക്സെപ്റ്റഡ്. ഓക്കെ, ഇനി ടൈപ്പ് 1 എറർ എപ്പോൾ ഉണ്ടാവുക? നമ്മൾ ട്രൂ ആയിട്ടുള്ള ഒരു നൾ ഹൈപ്പോത്തിസിസ് റിജക്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാവുക? ടൈപ്പ് 1 എറർ ഉണ്ടാവുക. ഓക്കെ, ടൈപ്പ് 1 എറർ എപ്പോൾ ഉണ്ടാവുന്നത്? നമ്മൾ ട്രൂ ആയിട്ടുള്ള ഒരു നൾ ഹൈപ്പോത്തിസിസിനെ റിജക്റ്റ് ചെയ്യുമ്പോൾ. അതിനെ ഫോൾസ് ആയിട്ടുള്ള നൾ ഹൈപ്പോത്തിസിസിനെ ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ ടൈപ്പ് 2 എററും സംഭവിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ സ്റ്റാൻഡേർഡ് എറർ ഈസ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷർ ഓഫ്. സ്റ്റാൻഡേർഡ് എറർ എന്ന് പറയുന്നത് എന്തിൻ്റെ മെഷറാണ്? ദ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സ്കോർ അറൗണ്ട് ദ സാമ്പിൾ മീൻ, ദ എക്സ്റ്റെൻറ്റ് ടു വിച്ച് സാമ്പിൾ മീൻ ഈസ് ലൈക്ലി ടു ഡിഫർ ഫ്രം ദ പോപ്പുലേഷൻ മീൻ, ക്ലസ്റ്ററിംഗ് ഓഫ് സ്കോർ അറ്റ് ഈച്ച് എൻഡ് ഓഫ് എ സർവേ സ്കെയിൽ, ഡിഗ്രി ടു വിച്ച് സാമ്പിൾ ഹാസ് ബീൻ ആക്യുറേറ്റ്ലി സ്ട്രാറ്റിഫൈഡ്. ഏതായിരിക്കും ഇവിടെ ആൻസർ വരിക? 27ാമത്തെ ആൻസർ എന്തായിരിക്കും? കമൻറ്റ് ചെയ്തേ. ഏതായിരിക്കും ആൻസർ? ഓപ്ഷൻ ബി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരാം. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ നോൺ റാൻഡം മെത്തേഡ് ഓഫ് സെലക്ടിങ് സാമ്പിൾസ് ഫ്രം എ ഗിവൺ പോപ്പുലേഷൻ? നോൺ റാൻഡം മെത്തേഡ് ഏതാണെന്ന് വെച്ചിട്ടുള്ളത്? ഇതിലേതാണ്? ഇതിൽ കോട്ട സാമ്പിളിംഗ് ആണ് നോൺ റാൻഡം. ബാക്കി സ്ട്രാറ്റിഫൈഡും സിസ്റ്റമാറ്റിക്കും മൾട്ടി സ്റ്റേജൊക്കെ എന്താണ്? റാൻഡം സാമ്പിളിംഗ് ആണ്. ഇവിടെ നോൺ റാൻഡം ഏതാണ്? കോട്ട സാമ്പിളിംഗ് മാത്രമാണ് നോൺ റാൻഡം സാമ്പിളിംഗ് ആയിട്ട് വന്നിട്ടുള്ളത്. അടുത്ത 29ാമത്തെ വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് എ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ? നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്? മേ ബി സിമെട്രിക്കൽ ഓർ സ്ക്യൂഡ്, യൂണിമോഡൽ ബെൽ ഷേപ്ഡ് ആൻഡ് സിമെട്രിക്കൽ, അസിംപ്റ്റോട്ടിക് ടു ദ എക്സ് ആക്സിസ്, N and P are the 2 parameters, mean and standard deviation are the 2 parameters. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് കറക്റ്റ് ഓപ്ഷൻ എന്നത് വെച്ചിട്ടുള്ളത്?
ഏതൊക്കെയാണ് കറക്റ്റ് ഓപ്ഷൻ ഒന്ന് കമൻറ്റ് ചെയ്തേ. ഏതൊക്കെയാണ് ഇവിടെ ആൻസർ വരുന്നത്? ഏതായിരിക്കും ഇവിടെ ആൻസർ? ഇതിലേതാ കറക്റ്റ്? എ കറക്റ്റാണ്. പിന്നെ ഏതാ കറക്റ്റുള്ളത്? പിന്നെ കറക്റ്റുള്ളത് ഡി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ളത്. എയും ഡി ആണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മുടെ 30th ക്വസ്റ്റ്യനിലേക്ക് കിടക്കാണ്. എന്താണ്? ഇൻ എ മോഡറേറ്റ്ലി സ്ക്യൂ ഡിസ്ട്രിബ്യൂഷൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇക്വേഷൻ ഇൻഡിക്കേറ്റ്സ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മീൻ മീഡിയൻ മോഡ്? മീൻ മീഡിയൻ മോഡിൻ്റെ ഇക്വേഷൻ എന്താ പഠിച്ചിട്ടുള്ളത്? മോഡ് ഈസ് ഈക്വൽ ടു 3 മീഡിയൻ മൈനസ് 2 മീൻ. മോഡ് ഈസ് ഈക്വൽ ടു 3 മീഡിയൻ മൈനസ് 2 മീൻ. അതാണ് നമ്മുടെ ഇക്വേഷനായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതോടെ നമ്മുടെ ഈ ഒരു ഫസ്റ്റ് വീഡിയോ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഡേയിൽ ഇനിയും കുറേ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ വീഡിയോ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.